أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز العليم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. അസ്സലാമു അലൈക്കും. എൻ്റെ ഉമ്മാക്ക് 2 വർഷമായി ക്യാൻസറാണ്. ഇനി എൻ്റെ ഉമ്മാക്ക് മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് യാതൊരു നിവൃത്തിയുമില്ല. ഞങ്ങളെ സഹായിക്കണേ. എൻ്റെ ഉമ്മ വേദന കൊണ്ട് കരയുന്നത് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞങ്ങളെ സഹായിക്കണേ. ഞാൻ ഖുർആൻ ഓതി 5 നേരം നിസ്കരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും. എൻ്റെ മോക്കും ഞങ്ങൾ 3 പേര് കഷ്ടപ്പെട്ട ജീവിതത്തിലാണ്. ഇപ്പോഴും എൻ്റെ മോക്ക് ക്യാൻസർ ഇത് ആരംഭം പോലും എനിക്കറിഞ്ഞൂടെ. മോള് കൈവേദന എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചതിനെ കൊണ്ട് എന്തോ ദൈവം നമ്മൾ അടച്ചവനെ നമ്മളെ സഹായിച്ചതായി ഇതിപ്പം. അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. എനിക്ക് ക്യാൻസറാണ്, 3ാം സ്റ്റേജാണ്. ഇതേവരെ എനിക്ക് ആരൊക്കെയോ തന്ന അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഇതുവരെ പോകും. നിങ്ങളെല്ലാവരും എനിക്ക് ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം. പിന്നെ പോരാങ്കിൽ എനിക്ക് കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥ കണ്ട ഒരു നിവൃത്തിയില്ലാത്ത എൻ്റെ പൊന്നുമായി എൻ്റെ മോളും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അസ്സലാമു അലൈക്കും. ഷമീർ തിരൂരാണേ. ഞാൻ ഇപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പോളയത്തോട് ഹബീബത്താത്തയുടെ വീട്ടിലാട്ടോ. ഈ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടു. ഇവിടെ 3 ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന് തോന്നൂല എന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ഈ ഹബീബത്താത്തക്ക് ക്യാൻസറാണ്. ഹബീബത്താത്തൻ്റെ ഉമ്മാക്കാണെങ്കിൽ ശാരീരികമായിട്ട് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഈ താത്താക്ക് 21,000 ഉറുപ്പിയുടെ 25 ഇഞ്ചക്ഷൻ അടിക്കാനുണ്ട്. അവരെ കൊണ്ട് ഒരു നിവർത്തിയില്ല. അത് മാത്രമല്ല, ഈ മോളെ നിങ്ങൾ കണ്ടോ, ആഫിലിൽ പഠിക്കുക മോള്. 5 ജ്യൂസ് കഴിഞ്ഞിരിക്കണം മോളുടെ. ഈ മോൾക്ക് കണ്ണിന് കാഴ്ചക്കുറവാണ്. ഈ മോളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അവരുടെ അടുത്ത് പൈസ ഇല്ല. ആ വല്യമ്മാനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പൈസ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീട്ടിൽ നരക യാതനയാണ് ഞാൻ അവിടെ വന്ന് കണ്ടത്. നമുക്കൊക്കെ ഉമ്മമാരും വല്യമ്മമാരും മക്കളൊക്കെ ഉള്ളതല്ലേ. ഈ മോളെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ ഇൽമു പഠിക്കണ മോളാ. നാളെ ആ മോൾക്ക് 40 ആളെ വരെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള കഴിവുള്ള ഒരു മോളാ. ഒന്ന് സഹായിക്കുമോ നിങ്ങൾ? ഈ ഉമ്മാക്കും ഈ വല്യമ്മാക്കും മോൾക്കും വേണ്ടിയിട്ട് ഒരു 10-12 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായാൽ മതി. നിങ്ങളോടല്ലാതെ വേറെ ആരോടും പറയാനില്ല. വല്ലാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു 10 രൂപയെങ്കിൽ 10 രൂപ കൊടുത്ത് സഹായിക്കുക. ഞാനിവിടെ വന്നപ്പോൾ ഈ മോളുടെ ഖുർആനോത്ത് കേട്ടു. എത്ര ഭംഗിയായിട്ടാണ് മോള് ഖുർആനോതെന്നറിയോ? നിങ്ങളോടല്ലാതെ വേറെ ആരോടും ചോദിക്കാനില്ല. ഇങ്ങനെ ഒറ്റപ്പെടുന്ന കുടുംബങ്ങൾക്ക് താങ്ങും തണലും ആവാൻ ആരുമില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഈ കുടുംബത്തിന് ഈ വീഡിയോ കാണുമ്പോൾ ഒരു 100 രൂപ കൊടുത്ത് സഹായിക്കുക പ്രിയപ്പെട്ടവരെ. ഈ വീടിൻ്റെ അകത്ത് ഞാൻ ഒന്ന് കയറി നോക്കിട്ടോ. നമ്മളൊക്കെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവില്ലേ? ഒരു സാധനമില്ല ഈ വീട്ടിൽ. അവരൊക്കെ ഉച്ചയ്ക്ക് എന്താ കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ സങ്കടമായി. വല്ലാത്തൊരവസ്ഥ. അവിടെ ആരുമില്ല ജോലിക്കൊന്ന് പോയിട്ട് അവരെ നോക്കാൻ വേണ്ടിയിട്ട്. ഒരു 100 രൂപ കൊണ്ടു കൊടുക്കാൻ ആരുമില്ല. ഇങ്ങനെ ഗതികേടുള്ള ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങളൊന്ന് സഹായിക്കുമോ? എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് സഹായിക്കുമോ? ഒരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് കോടി 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 പുണ്യം കിട്ടും. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഒരു നിവർത്തിയും ഇല്ലാത്തൊരു കുടുംബം അവിടെ താമസിക്കണേ. നിങ്ങളോടല്ലാതെ വേറെ ആരോടും സഹായം ചോദിക്കാറില്ല. ഇങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ എന്താ അവർ ചെയ്യുക? വല്ലാത്തൊരു അവസ്ഥയാണ്. ഒന്ന് സഹായിക്കണേ. നിങ്ങളെ കൊണ്ടുള്ളത് എന്താ? 5-10 രൂപ എത്രയാണെന്ന് വെച്ചാൽ കൊടുത്ത് സഹായിക്കണേ. ഈ ഉമ്മ ഒക്കെ രാത്രി ഉറങ്ങാൻ പറ്റില്ല. ക്യാൻസർ അറിയാമല്ലോ, മാരകമായ വേദനയാണ്. എത്രയും പെട്ടെന്ന് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ആ ഉമ്മാക്ക് ആ വേദന ഒന്ന് കുറച്ച് കൊടുക്കാൻ സഹായിക്കുമോ? അവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ. ഈ വീട് ഇത് വാടക വീടാണ്. അവർക്ക് സ്വന്തമായിട്ട് വീട് വേണമെന്നോ അല്ലെങ്കിൽ സ്ഥലം വേണമെന്നോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. അന്നത്തെ ജീവിതം കഴിഞ്ഞ് പോയാൽ മതി. അത്രയും ഗതികേട് കൊണ്ടാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു അസുഖം വരുന്നത് വെച്ചാൽ തകർന്നു പോകും. മക്കളോട് ഞാൻ യാചിക്കുകയാണ്, ഈ ഉമ്മാനൊന്ന് ഏറ്റെടുക്കുമോ? ആ വല്യമ്മാനൊന്ന് ഏറ്റെടുക്കുമോ? അതുപോലെ ഈ പൊന്നുമോളെ ഇതൊന്ന് നിങ്ങൾ സഹായിക്കുമോ? ഉള്ളതുപോലെ ഒന്ന് സഹായിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇത്രയും ദയനീയ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ വീടിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നറിയോ? ഒരു നേരം ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടാണ്. ഈ മോളൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? ആ ഉമ്മാനൊന്ന് സഹായിക്കുമോ? ഞങ്ങൾ
നമ്മൾ സഹായിക്കാതെ വേറെ ആരുമില്ല. ആ പൊന്നുമോളൊക്കെ ദുആ ചെയ്ത് എത്ര ഇരട്ടി കൂലിയാണെന്നറിയോ? നിങ്ങളെ കൊണ്ടുള്ളത് 10 രൂപയെങ്കിൽ 10 രൂപ കൊടുത്ത് സഹായിക്കുമോ? വല്യമ്മക്കായാലും ഉമ്മാക്കായാലും മോൾക്കായാലും എല്ലാവർക്കും അസുഖമാണ്. ഈ വീട്ടിലെല്ലാവർക്കും അസുഖമാണ്. എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അവർക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റും. വല്യമ്മക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല, ഉമ്മാക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. ഈ മോൾക്കാണെങ്കിൽ മോള് പഠിക്കുക, 6ാം ക്ലാസ്സിൽ പഠിക്കുക, ഹാഫിളാവാനും വേണ്ടി ഇതാക്കുന്നുണ്ട്. ഒരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ. ഇത് കാണുന്ന എല്ലാവരും ഈ പൊന്നുമോളെ നമ്മളെ മോളെ പോലെ കണ്ടിട്ട് സഹായിക്കുമോ? നിങ്ങളിപ്പോൾ ഈ പൊന്നുമോളെ സഹായിച്ചാൽ പൊന്നുമോൾ പറഞ്ഞൊരു വാക്കില്ലേ, നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാമെന്ന്. ആ ദുആ മാത്രം മതി നമ്മൾ എവിടെയൊക്കെ എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ അത്രക്കും അർഹതപ്പെട്ട കുടുംബമാണ്. നിങ്ങളൊന്ന് സഹായിക്കുമോ? വേറെ ഒരു നിവർത്തിയില്ലാത്തത്. നിങ്ങളെ കൊണ്ട് 10 രൂപ സഹായിക്കാൻ പറ്റുന്ന ആ 10 രൂപ കൊടുത്ത് സഹായിക്കണേ. നിങ്ങളെ മുന്നിൽ യാചിക്കുകയാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്. വേറെ ഒരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ടാണ്. സഹായിക്കണേ പ്രിയപ്പെട്ടവരെ.